മൂഞ്ച അവസ്ഥ തന്നെ പറയാനുള്ളൂ. അതായത് ഇത് സഫയുടെ കൈയാണ്. ഈ സഫയുടെ കയ്യിൽ കാണുന്ന പാട് മെഹനാസ് കടിച്ചതാണ്, അതായത് കടിച്ച് പറിച്ചതാണ് എന്നുള്ളതാണ്. എന്നെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പേടിയായി പോയി. ആ ഒരു സമയത്ത് ഞാൻ പുറകിൽ ഒരു കടിയും ഒരു മാന്തും കൊടുത്തിട്ടുണ്ട്. അത് പാടിപ്പോഴും ഉണ്ട്. ഒരു വാപ്പ കൊടുക്കുന്ന ഒരു സ്നേഹം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോൾ എന്നെ തല്ലുന്നൊരു സംഭവം ഉണ്ടാവില്ല. കുട്ടി അത്ര അലറി കരയുമ്പോൾ ഒരിക്കലും ഒരു സ്നേഹമുള്ള വാക്ക് ഒരിക്കലും ചെയ്യും. നമുക്കറിയാലോ പ്രിയമുള്ളവര്, കേരളത്തിൽ ഇപ്പൊ റീല് കണ്ടിട്ട് അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് യുവാക്കളുള്ള നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. കാര്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ഡെയിലി വ്ളോഗുകൾ അതുപോലുള്ള വ്ളോഗുകൾ വരുമ്പോൾ അപ്പോൾ അവർ കാണുന്ന ഒരു മായാ ലോകമുണ്ട്. വിവാഹം കഴിക്കാൻ പോയവരായാലും കഴിച്ചവരായാലും വിവാഹപ്രായം എത്തിയവരായാലും അതിന് മുമ്പുള്ള കുട്ടികളായാലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു കൺസെപ്റ്റേ മാറുകയാണ്. എന്നാൽ ഇത്തരം വ്ളോഗുകൾ ചെയ്യുന്നവരുടെ കുടുംബത്തിൽ ഫാമിലിയിൽ എന്താണ് പിന്നാമ്പുറത്ത് നടക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കൂടെ തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. റിയൽ ലൈഫ് വേറെ, റീൽ ലൈഫ് വേറെ. ഇത് നിങ്ങൾ ഈ റീലിൽ കാണുന്നതല്ല ജീവിതം. പല സിനിമയിലും ഷൂട്ടിംഗ് നടത്തുന്നതിൻ്റെ കൂട്ടത്തെ ഒരു അഭിനയം മാത്രമാണ് റീലിൽ കാണിക്കുന്നത്. എല്ലാവരുടെയും കുടുംബജീവിതം എന്ന് പറയുന്നത് അത് ഈ റീലല്ല. നമുക്കന്നേരം ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കയറിപ്പോവാം. ശരിക്കും സഫയെ ഉപദ്രവിക്കായിരുന്നു. ഇടിക്കുക, കുത്ത, അങ്ങനെയൊക്കെ. നല്ല ആണുങ്ങളെങ്ങനെയാണ് ഇടിക്കുക അതുപോലെ. ആണുങ്ങളെ എനിക്ക് തോന്നുന്നില്ല ആണുങ്ങളായിട്ട് മാൻ ഇടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിട്ടേൺ കിട്ടും. പക്ഷെ പെണ്ണുങ്ങളുടെ അടുത്ത് നടക്കും. അപ്പൊ പ്രതികരിച്ചിരുന്നില്ല ഒരു സമയത്ത്? ഒരു വട്ടം പ്രതികരിച്ചു. എപ്പോഴാണ് സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് മെഹനാസിനോട് സൈക്കോ ആയി മാറി തുടങ്ങി? അല്ലെങ്കിൽ ഒന്ന് ശാരീരിക മാനസികമൊക്കെ ആയിട്ടും തളർത്തും. ഇതിപ്പോ ഈ അടുത്ത് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ആ തെളിവുകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഡൗൺ ആക്കി കളയും. ഇത് നമ്മൾ വാടകയ്ക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതൊരു ഏതൊരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്കിങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയാൽ മാനുവിന് ദേഷ്യം വരും. നമ്മൾ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മൾ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. ഇതിനകത്ത് പബ്ലിക് കേരളയിൽ നമ്മുടെ ഖാദിർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം മുതലേ ഈ റിഫ കേസിൽ മെഹനാസിനെതിരെ നിന്നിരുന്ന വ്യക്തിയാണ്. അപ്പം ആ ഒരു വീഡിയോ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചോട്ട കഥയിലല്ല ഞാൻ ഇടപെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒളിച്ചോട്ട കഥയുടെ മഞ്ഞ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ ഈ ഒളിച്ചോട്ട കഥകൾക്കിടയിൽ പറഞ്ഞു പോകുന്ന ഒരു ദുരൂഹ മരണമുണ്ട്, ഒരു ക്രൈമുണ്ട്. 4 വർഷക്കാലമായിട്ട് ഒരു കുടുംബം നീതിക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ദയനീയമായ അവസ്ഥക്ക് ഉത്തരം കിട്ടുന്ന ഒരു സംഭവം കൂടി ഈ വിഷയത്തിലൂടെ കണ്ടു എന്നുള്ളതാണ് എന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ സഫയോടൊപ്പമോ മെഹനാസിനോടൊപ്പമോ അല്ല, ഇരയായ റിഫയോടൊപ്പമാണ്. റിഫ എന്ന് പറയുന്ന കുട്ടി മെഹനാസിൽ നിന്ന് എന്താണ് നേരിട്ടത് എന്നുള്ളത് സഫ തന്നെ പറയുന്നുണ്ട്. അതായത് ഇത് സഫയുടെ കൈയാണ്. ഈ സഫയുടെ കയ്യിൽ കാണുന്ന പാട് മെഹനാസ് കടിച്ചതാണ്, അതായത് കടിച്ച് പറിച്ചതാണ് എന്നുള്ളതാണ്. ഇതല്ലാതെയുമുള്ള പരിക്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഇയാൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിഫയുടെ ഏക തെളിവായിട്ടുള്ള ഏക ശബ്ദ സന്ദേശമായിട്ടുള്ള ആ ക്ലിപ്പ് കൂടി നിങ്ങൾ കേൾക്കണം. ഇതങ്ങനല്ല, ശരിക്കും ആണുങ്ങളാണ് അതുപോലത്തെ അനക്ക് എന്തെങ്കിലും ആയിപ്പോയാലും പേരെന്താക്കും? എന്നെ സഹിക്കണ്ടേ? എന്റെ തലക്കൊക്കെ അടിയേറ്റിട്ട് അനക്ക് എന്തെങ്കിലും ആയിപ്പോയാലും പിന്നെ കട്ടിനോണ്ടായിട്ട് ഇടിച്ചതീക്കല്ല. അതായത് തന്റെ ആദ്യ ഭാര്യ പറഞ്ഞത് ക്രൂരമായി തല പിടിച്ച് കട്ടിലിന്റെ സൈഡിലേക്ക് അടിച്ചു എന്നുള്ളതാണ്. രണ്ടാം ഭാര്യ പറയുന്നതും സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. ഇങ്ങനെ ഒരു കുറ്റകൃത്യം ആരാണ് നടത്തുക? ഒന്നെങ്കിൽ അയാൾ ലഹരിക്കടിമയായിരിക്കണം, അമിതമായ ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരിക്കണം. അതല്ല എങ്കിൽ അയാൾ ഒരു തരം പ്രത്യേക രോഗിയായിരിക്കണം, ഈ സൈക്കോപാത്ത് പോലെയുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രൂരത കാണുമ്പോൾ റിഫ എത്ര വലിയ ക്രൂരതക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കേവലം ഒരു മഞ്ഞ വാർത്തക്കപ്പുറത്ത് ഈ ക്രൂരതക്ക് ഇരയാക്കപ്പെട്ട് നീതി കിട്ടാതെ പോയ റിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം കൂടി ആകണം ഈ സമയം എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ മെഹനാസ് സൈക്കോയാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇയാൾ തിരൂര് കേന്ദ്രീകരിച്ച് നടത്തുന്ന പെൺവാണിഭ റാക്കറ്റിന്റെ തലവനാണ്. അതായത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച, ഒരുപാട് പ്രവാസികളുടെ ജീവിതം നശിപ്പിച്ച, ചെറിയ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോക്സോ കേസ് നിലനിൽക്കുന്ന, നിലവിൽ അവരെ പീഡിപ്പിച്ചിട്ട് ആ കേസൊക്കെ ഒഴിവാക്കി എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അത്രയും വലിയ ക്രൂരനായ ഈ സൈക്കോയാണ് മെഹനാസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നണിയിൽ കളിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് വ്യക്തമായ ലഹരി ഇടപാടുണ്ട്. നാട്ടുകാർ ഈ പറയുന്നവനെ പഞ്ഞിക്കിട്ട് സ്റ്റേഷനിലിട്ടിട്ട് നാട്ടുകാർ തല്ലിച്ചതച്ച ഒരു പരനാറിയാണ് ഇവൻ. ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾ, ഇതിൽ നിന്ന് തന്നെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ മെഹനാസ് എന്ന് പറയുന്നവന് ഒരു സൈക്കോപാത്താണ്. അവന് നേരത്തെ റിഫയുടെ കൊലയുമായിട്ട് ബന്ധപ്പെട്ട് അവനെന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ ഈ ഖാദിർ തന്നെ ഒരുപാട് വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്നും തെളിയാതെ കിടക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു വോയിസ് ഇതിനകത്ത് പറയുന്ന കേട്ടില്ലേ, റിഫ എന്ന് പറയുന്നത്, അതായത് കട്ടിലേക്ക് തലപിടിച്ച് ഇടിക്കുമായിരുന്നു എന്ന്. അത്തരത്തിലേക്ക് മൃഗീയമായ രീതിയിൽ ശാരീരിക പീഡനം ഏൽപ്പിക്കുന്ന ഒരു സൈക്കോപാത്ത് തന്നെ
ആണ് ഈ മെഹനാസ്. ഈ മെഹനാസ് ആണ് ഇപ്പോൾ കെട്ടിയേക്കുന്ന സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെയും ഇത്തരത്തിലേക്ക് ഉപദ്രവിച്ചത്. ആ പെൺകുട്ടി അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇപ്പം ആ പെണ്ണ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പം ഇവനൊരു കഥ ഉണ്ടാക്കി, എന്താണ് എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നും പറഞ്ഞ്. അങ്ങനെ ആ പെണ്ണിനെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താമോ അത്തരത്തിലെല്ലാം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമവും ഈ മെഹനാസ് നടത്തി. എന്നാൽ ഈ പെൺകുട്ടി ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്ന് സത്യസന്ധമായി നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം സോഷ്യൽ മീഡിയ വഴി ഇപ്പം നമുക്ക് അറിയാനും പറ്റിയത്. അപ്പം ഈ മെഹനാസിനെ കുറിച്ച് ഈ സഫ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ നമുക്കൊന്നിടാം. പറയാനുള്ളൂ. ഇപ്പൊ റിഫയുടെ കാര്യം ആലോചിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ദുരൂഹത ഇപ്പൊ തോന്നുന്നുണ്ടോ? ഉണ്ടാവും. മുമ്പ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ആ സമയത്ത് മാനു പറഞ്ഞ കഥകൾ എനിക്ക് അറിയുള്ളൂ. പിന്നെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ട്, കാരണം ഞാനിപ്പോ അനുഭവിക്കുന്ന അനുഭവം എനിക്കറിയാം. അപ്പൊ ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്നു എനിക്കിപ്പോ ചിന്തിക്കാം. കാരണം സ്വന്തം മോനെ ഇട്ടിട്ട് ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അതെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പം കേട്ടല്ലോ, റിഫയുടെ കേസ് കെട്ടിൽ ഈ പറയുന്ന ഇപ്പം പിണങ്ങി നിൽക്കുന്ന മെഹനാസിൻ്റെ ഭാര്യയായ സഫയ്ക്ക് സംശയമുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം വ്യക്തമായിട്ട് സ്വന്തമായിട്ട് ഈ പെൺകുട്ടി അനുഭവിച്ചു അവൻ്റെ കയ്യിൽ നിന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, റീല് കണ്ട് അതിൻ്റെ പുറകെ പോകാതെ നിങ്ങളുടെ റിയൽ ലൈഫിൽ സ്നേഹത്തോടു കൂടി ജീവിക്കൂ. ഇതൊക്കെ ഒരു സിനിമ കാണുന്നതോ സിനിമ കാണുന്നത് പോലെയും എടുക്കണ്ടേ ഈ റീല് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങളൊരു വെറും ആക്ടിംഗ് ആയിട്ട് മാത്രം കാണുക, അതൊന്നും ജീവിതത്തിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരിലേക്ക് ഇതൊന്ന് എത്തിക്കണമെന്ന് കരുതി. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ കഴിച്ചവരോ ഇങ്ങനെയൊക്കെ റീല് കാണുന്നത് പോലെ ജീവിക്കണമെന്നൊക്കെ ആശപ്പെടുന്ന വല്ലവരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ടോപ്പിക്ക് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. അപ്പം വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. പഴയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും സമയമുള്ളപ്പോൾ ഒന്ന് കയറി കാണുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്